ഭാരമുള്ള കുരിശുമായി യേശു നടന്നു പോകുമ്പോഴും തൻ്റെ ഉള്ളിലെ ആഗ്രഹവും പ്രാർത്ഥനയും ഇതായിരുന്നു: പിതാവേ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമേ. ഒരുപക്ഷെ തനിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായ പ്രതിസന്ധിയാണ് യേശു ഇപ്പോൾ നേരിടുന്നത്. അടിയേറ്റും ഭാരമുള്ള മരക്കുരിശുമേന്തി നിമിഷങ്ങൾ കഴിയുമ്പോൾ ആ കുരിശിൽ തറയ്ക്കപ്പെടുമെന്നറിഞ്ഞിട്ടും കർത്താവിൻ്റെ പ്രാർത്ഥന നിന്റെ ഹിതം നിറവേറണമേ എന്നായിരുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഒരു പ്രാർത്ഥനയാണ് നമുക്കുണ്ടാകേണ്ടത്: കർത്താവേ, നീ എനിക്ക് അത് നൽകിത്തരണം, ഇത് നൽകിത്തരണം എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത്: കർത്താവേ, ലെറ്റ് യുവർ വിൽ ബി ഡൺ ഇൻ ദിസ് മാറ്റർ. ഈ ഒരു കാര്യത്തിൽ നിന്റെ ഹിതം, നിന്റെ ഇഷ്ടം വെളിപ്പെടുത്തണമേ. ചില കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകത്തില്ല, ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരത്തില്ല. അതിനകത്തും അറിയേണ്ടത് ഗോഡ് ഹാസ് എ പെർഫെക്റ്റ് പ്ലാൻ ആൻഡ് പെർഫെക്റ്റ് ടൈം. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മൾ റിജക്ഷൻ അല്ലെങ്കിൽ റിഫ്യൂസ്ഡ് അല്ലെങ്കിൽ നോട്ട് ഗ്രാൻഡഡ് എന്നുള്ളൊരു ഒരു 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 ബുദ്ധിമുട്ടത്തിൽ വരുമ്പോൾ, ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകാറുണ്ട്. അപ്പോഴും നമുക്ക് സന്തോഷത്തോടെ, ചിരിയോടെ, തുറന്ന മനസ്സോടെ പറയാൻ കഴിയണം: അതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അതിനകത്തും ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പോകുന്നത്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നു, തിന്മയായത് സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ പോയത്. കുഞ്ഞുങ്ങൾ പറയും, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, എൻ്റെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നില്ല, പ്രതീക്ഷിച്ച കോളേജിൽ കിട്ടിയില്ലെന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം എപ്പോഴും തിരിച്ചറിഞ്ഞോണം: ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതാണ് നാം തിരിച്ചറിയേണ്ടത്. ദൈവത്തിൻ്റെ പ്ലാനിനും പദ്ധതിക്കും വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു ഭക്തൻ പറഞ്ഞത്: ദൈവം നമ്മളെ വെള്ളത്തിൽ ഇടുന്നത് നമ്മളെ മുക്കിക്കൊല്ലാനല്ല, മറിച്ച് കഴുകി ശുദ്ധിയാക്കി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ: കർത്താവേ, നീ എന്നെ ശുദ്ധീകരിക്കണമേ. പ്രതിസന്ധി ഘട്ടങ്ങളിലും നോ എന്നുള്ള ഉത്തരം വരുമ്പോഴും ദൈവത്തിന് അതിൽ പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നത് ഒരു ദൈവഭക്തന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പറയും, എന്തുകൊണ്ട് സംഭവിച്ചു, തിന്മയായത് എന്തുകൊണ്ട് സംഭവിച്ചു. അപ്പോഴും കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനും പറയും, ഇതും ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്, ഇതും കർത്താവിൻ്റെ പദ്ധതി തന്നെയാണ്. നമുക്ക് നന്മ തരുന്നതും തിന്മ തരുന്നതും കർത്താവാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. യോബ് പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ഭാര്യ പറയുന്നു, ദൈവത്തെ തള്ളിക്കളഞ്ഞ് നീ ഉപേക്ഷിച്ച് കള. എന്നിട്ട് യോബ് പറയുകയാണ്, നന്മ മാത്രമല്ല തിന്മയും നമുക്ക് ദൈവത്തിൽ നിന്നുകൊണ്ട് പ്രതീക്ഷിച്ചുകൂടാ. അതെ, നന്മ തരുന്ന ദൈവം തിന്മയും തരും, അതിനകത്തും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുമ്പം ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? ഏത് ചോദ്യമാണ് നിങ്ങളെ അലട്ടുന്നത്? ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അകന്നു പോയെങ്കിൽ, ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നിരാശപ്പെട്ടു പോയെങ്കിൽ, ദൈവാത്മാവ് പറയുന്നു, ഇല്ല, അതിനകത്തും ദൈവത്തിൻ്റെ ഒരു പദ്ധതി. നിങ്ങൾ രോഗിയാണ്, അതിനകത്തും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. നിങ്ങൾ അപകടത്തിൽപ്പെട്ടു, അതിനകത്തും ദൈവത്തിൻ്റെ പദ്ധതി. നിങ്ങൾ പരാജയപ്പെട്ടു, there is a perfect plan of God even in the failures. അതിനകത്തും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കാനും ആ ഒരു ഇഷ്ടത്തിന് വിധേയപ്പെടാനും താല്പര്യപ്പെടുമ്പോൾ ദൈവം ജീവിതത്തിൻ്റെ ഗ്രാഫിനെ മാറ്റും, കാര്യങ്ങൾ ദൈവം മാറ്റും. കാരണം കർത്താവിനൊരു പെർഫെക്റ്റ് പ്ലാൻ ഉള്ളത് കൊണ്ട് ദൈവം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമയത്ത് തന്നെ നൽകി തരും. ആ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിരാശപ്പെട്ടും അധൈര്യപ്പെട്ടും ഇതെന്തുകൊണ്ട് കർത്താവ്, ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. ഉത്തരം കിട്ടിയില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ്. ദൈവാത്മാവ് നിങ്ങൾക്ക് പ്രത്യാശ തരട്ടെ, ധൈര്യം തരട്ടെ. കർത്താവ്, ഇന്ന് പകലിൽ ഞങ്ങൾ പ്രിയ സഹോദരനെ, പ്രിയ സഹോദരിയെ ബ്ലസ് ചെയ്യുന്നു. അവർ നേരിടുന്ന പ്രതിസന്ധിയും ആശങ്കകളും ചോദിച്ചിനോ അറിയുന്നല്ലോ. ഇതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ഹിതമുണ്ടെന്നുള്ള തിരിച്ചറിവ് നൽകി അവരെ മുൻപിലേക്ക് നയിക്കണം. അവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവ്, തിന്മയായതുപോലും നന്മയാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. തിന്മയും കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ പൂർണ്ണ മനസ്സുള്ളവരായി ഞങ്ങളെ തീർക്കണമേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ അനുഗ്രഹിച്ച് ഇവരെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.